CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചേലക്കരയിൽ ചേലോടെ UR പ്രദീപ്, കൈക്കരുത്ത് കാട്ടി രാഹുലും പ്രിയങ്കയും. വീറും വാശിയും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ അതത് മുന്നണികൾ നിലനിർത്തി. പാലക്കാടും വയനാട്ടിലും ഭൂരിപക്ഷം ഉയർത്താൻ UDF-നായെങ്കിൽ ചേലക്കരയിൽ വിജയിച്ചെങ്കിലും LDF-ന്റെ വോട്ട് വിഹിതം കുറഞ്ഞു. വികസനമില്ലെന്ന കള്ളപ്രചാരണം ചേലക്കരയിലെ ജനം തള്ളിക്കളഞ്ഞെന്ന് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ. ചേലക്കരയിലേത് ഉജ്ജ്വല വിജയമാണ്. LDF-ന്റെ വിജയം ഉറപ്പിച്ച പ്രവർത്തനമാണ് പ്രവർത്തകർ നടത്തിയതെന്നും കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കുന്നംകുളത്ത് KSRTC ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങി വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ചിറ്റാട്ടുകര സ്വദേശിനി പൊന്നരാശ്ശേരി വീട്ടിൽ ലോഹിതാക്ഷന്റെ ഭാര്യ 52 വയസ്സുള്ള രാജിയാണ് മരിച്ചത്. എരുമപ്പെട്ടിയിൽ പോലീസ് വാഹനം കാറിന് പുറകിലിടിച്ച അപകടം. ഫൊറോന പള്ളിക്ക് സമീപത്താണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. ദേശീയപാത നിർമ്മാണ കരാർ തൊഴിലാളികൾ കുടിവെള്ള പൈപ്പ് ലൈൻ തകർത്തു. പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. ചോവന്നൂർ പഞ്ചായത്തിലെ വാർഡ് 3 പൂശപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി. മറ്റം ഗ്രൌണ്ടിൽ നടന്ന ഫുട്ബോൾ മത്സരത്തോടെയാണ് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചത്. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സമ്മേളനം സമാപനത്തിന്റെ ഭാഗമായി റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. നെല്ലുവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി കടങ്ങോട് സെന്ററിൽ സമാപിച്ചു. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം. CPM കടവല്ലൂർ സൌത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനം സമാപിച്ചു. വ്യാഴാഴ്ച AB ബിജേഷ്, KP ദിലീപ് കുമാർ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ രൂപീകരിച്ച 15-അംഗ കമ്മിറ്റിയിൽ നിന്നും പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി KE സുധീറിനെ വീണ്ടും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവവും അന്നദാനവും നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയുടെ മുല്ലശ്ശേരി മേഖലാ സംഘാടക സമിതി രൂപീകരണ യോഗവും വിദ്യാഭ്യാസ സെമിനാറും നടന്നു. പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ദേശവിളക്ക് ആഘോഷവും അന്നദാനവും നടന്നു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിക്കുന്നു. ക്ഷേത്രം ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ദേശവിളക്കും അന്നദാനവും നടക്കുന്നത്. വേലൂർ RSRV ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല കായികമേള, ശാസ്ത്രമേള എന്നിവയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ആദരിച്ചു. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ LP ജനറൽ വിഭാഗം ഓവറോൾ 2ാം സ്ഥാനവും LP വിഭാഗം ഓവറോൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി പുന്നീർകുളം ആൽത്തറ രാമരാജ സ്കൂൾ. തലക്കോട്ടുകര ഇടവകയിൽ കണ്ണേപ്പാടം ഹോളി ട്രിനിറ്റി പള്ളിയിലെ പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാളിന് കൊടിയേറി. തൊഴിയൂർ ശ്രീ ആവേൻ ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ വിളക്ക് ആഘോഷവും അന്നദാനവും നടന്നു. പണിയെടുക്കുന്നവരെ പട്ടിണിയാക്കുന്ന നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ MITUC മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് പ്രതിഷേധ ധർണ നടത്തി. പഴഞ്ഞി അയ്യൂർ അയ്യമലക്കാവ് ക്ഷേത്ര സർപ്പക്കാവിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന സർപ്പക്കളത്തിന് വെള്ളിയാഴ്ച തുടക്കമായി. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് കരസ്ഥമാക്കി ചോവന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി KJ ആഷ്ലിൻ. മലർവാടി ബാലസംഘം മഴവില്ല് സംസ്ഥാനതല ചിത്രരചനാ മത്സരത്തിന്റെ പ്രചാരണ ക്യാമ്പയിന് കുന്നംകുളം ഏരിയയിൽ തുടക്കമായി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം വെസ്റ്റ് യൂണിറ്റ് 40ാം വാർഷിക സമ്മേളനം നടന്നു. ഇതോടെ CCTV ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.